അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് കൂട്ടിയതിൻ്റെ ഉദ്ദേശ്യം 2 ദിവസമായി ഇതുപോലെ എന്നെക്കുറിച്ച് ഇതുപോലെ പത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ MP ശ്രീ സുരേഷ് ഗോപിയുമായി ഞാൻ വലിയ സൗഹാർദ്ദത്തിലാണ് എന്ന് പറഞ്ഞ് 2 ദിവസമായി ഇതിങ്ങനെ വരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഒരു താല്പര്യമൊന്നും എനിക്കില്ല, പ്രത്യേകിച്ചില്ല. കാരണം അദ്ദേഹം ഒരു MP ആണ്. MP എന്ന നിലയ്ക്ക് എനിക്ക് ഞാനും മേയറും അദ്ദേഹം ഒരു MP ആയി എന്നുള്ളതിൽ വിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. അദ്ദേഹത്തിൻ്റെ വികസന രംഗത്ത് ഇപ്പോൾ MLA ഉണ്ട്, MP ഉണ്ട്, മന്ത്രിമാരുണ്ട്. മറ്റേതൊക്കെ തരത്തിൽ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാവുമോ അതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് എൻ്റെ പ്രദേശം, എൻ്റെ ചുമതല മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് വികസനം കൊണ്ടുവരിക. അതിനൊരു രാഷ്ട്രീയ പ്രേരിതമായി കാണുന്നത് ശരിയല്ല. നമുക്കറിയാം, നാടിൻ്റെ വികസനത്തിന് സർക്കാരുകളുടെ സംഭാവനയുണ്ടാവും. അത് കൊണ്ടുവന്ന് തരുന്നത് മന്ത്രിമാരായിരിക്കും, MLA മാരായിരിക്കും, MP മാരായിരിക്കും, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ ആയിരിക്കും. നമ്മൾ വികസനത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കേന്ദ്രത്തിൻ്റെ ഫണ്ട് നമുക്ക് 135 കോടി രൂപ തന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഞാൻ വന്നതിന് ശേഷം ഇവിടെ RDSS പദ്ധതി ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് TCDAയുടെ പുരോഗമനത്തിന് വേണ്ടി 110 കിലോ വാട്ട്സിൻ്റെ തന്നെ നമ്മളൊരു സബ്സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി നമുക്ക് സാമ്പത്തികം തന്നു. സ്മാർട്ട് മീറ്റർ തുടങ്ങാൻ സാമ്പത്തികം തന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തി തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ്. പല പദ്ധതികളുമുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇന്ന് തൃശ്ശൂരിൻ്റെ ഭാഗം, അതായത് ഇത് കോൺട്രിബ്യൂഷനാണത്. ഇതിനൊരു പെർസെൻറ്റേജ് കണക്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർസെൻറ്റേജ്, കേരളത്തിലെ നമ്മുടെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ്, അങ്ങനെ സ്വരുക്കൂട്ടിയാണ് നമ്മുടെ പല ബിഗ് പ്രൊജക്റ്റും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുക. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വെച്ച് ഒന്ന് സംസാരിച്ചാൽ ഉടൻ തന്നെ അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എൻ്റെ ചുമതലയാണ്. ഇവിടുത്തെ മന്ത്രിയായാലും അതുപോലെ തന്നെ MP ആയാലും ആരായാലും അവരുടെ അടുത്ത് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ലേ? അതിന് നിങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിക്കുക. അതൊന്നും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇടതുപക്ഷം പറയുന്നത് അംഗീകരിച്ച് അതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന പോലെ ഞാൻ മറ്റൊരാളുടെ കൂടെ അങ്ങോട്ട് സംസാരിച്ചു, ഇവിടെ സംസാരിച്ചു, അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഞാനിപ്പോൾ ഇടതുപക്ഷമാണ്, CPM-ൻ്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത്. അത് LDFൻ്റെ ഭാഗമാണ്, മുഖ്യ കക്ഷിയാണ്. അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത്. അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല, അത് ഭൂഷണമല്ല. നമുക്ക് വികസനത്തിന് എതിരായി വരരുത്. നാട് നന്നാവണം, തൃശ്ശൂർ നന്നാവണമെങ്കിൽ അതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പത്രത്തിൽ നമ്മൾ എല്ലാം വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്.